അപ്പൊ കുറെ കാലത്തിന് ശേഷം ഞങ്ങളൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇനി മുതൽ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. അപ്പൊ ഞങ്ങളിന്ന് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി എന്താ കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത് ഈ കലത്തിലിരിക്കുന്നത് ചോറൊന്നുമല്ല, ഇത് ചക്കയാണ് കേട്ടോ. കാണാൻ പറ്റുമെന്നറിയില്ല. ചക്ക വെച്ചതാണ്. അപ്പം അത് കുറച്ചെടുക്കാം പ്ലേറ്റിൽ. ഓ മൈ ഗോഡ്, ഇത് വരുന്നില്ല. നമുക്ക് സൈഡിൽ ഇറച്ചി പിടിച്ച് താലപ്പൊടി വെക്കുന്നത്. അടുത്തത് നമ്മൾ ബീഫാണ് കേട്ടോ. ബീഫ് കറി, അത് അതിൻ്റെ ഒരു സൈഡിൽ നമ്മളിട്ടു. അടുത്തത് സ്നേഹനിധിയായി കിട്ടിയവൻ, ഞാൻ ബീഫ് കഴിക്കില്ലാത്തതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചതാണ്. ഇത് എൻ്റെ പ്ലേറ്റ് അല്ല, ഇത് വേറെ ആരെങ്കിലും. അപ്പൊ ആ ചിക്കൻ്റെ കുറച്ച് ചാറും സൈഡ്, ചിക്കൻ്റെ ഒരു കഷ്ണം. അടിയിൽ ഒരാൾ കടന്ന് ബഹളം വെക്കേണ്ടത്. റെയ്യൂനെ കാണിച്ചു കൊടുത്തത്. റെയ്യു എന്നാ കണ്ടോ, എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാണോ? കയ്യിലവരാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ റെയ്യൂന് ഇത് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. റെയ്യു ടേസ്റ്റ് ചെയ്തേ, ടേസ്റ്റ് ചെയ്യേ. സൂപ്പറാന്ന് പറ, സൂപ്പറാന്ന് പറഞ്ഞേ. സൂപ്പർ. അടുത്തത് നമ്മുടെ ചക്ക തിന്നാത്തൊരു പുത്രനുണ്ട്. ആ പുത്രൻ ബീഫ് കൂട്ടി ചക്ക നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട്? എത്ര കൊള്ളി മീൻ, എത്ര വൃത്തിയിട്ട ഭക്ഷണം കിട്ടിയാലും സൂപ്പർ എന്ന് പറയുന്ന ഒരാളാണിത്. അടുത്ത ആള് ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കൊണ്ട് രണ്ടാമത് വന്നിരുന്നു കേട്ടോ. ആ റെയ്യൂന് വേണമെന്ന്. സൂപ്പറാണ് റെയ്യു. പറയാറിയില്ല, അതുകൊണ്ടാണ് രണ്ടാമത് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പൊ ഞങ്ങള് ചക്ക തന്നെയാണ് കേട്ടോ. ഒരു കാര്യം കാണിച്ചു തരാം. ചക്ക തിന്നാത്ത മനുഷ്യന്റെ പ്ലേറ്റിലേക്ക് നോക്കാം. ഇനി ജീവിതത്തിൽ ചക്ക തിന്നെന്ന് പറയുന്നത്. വേറൊരാൾക്ക് ചക്ക വേണ്ട, ചായ മതി. അപ്പൊ ചായ കുടിച്ചു. ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ. നല്ല ഇന്നുണ്ടോ ജോലി കഴിഞ്ഞപ്പോ അമ്മ കഴിക്കുന്നു. ഞങ്ങള് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ അടുത്തുള്ളൊരു കുരിശിലേക്ക് പോവാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ സ്വന്തം ആന്റിയുടെ വീടുണ്ട്. അപ്പൊ അവിടെയും ചെന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് നിങ്ങൾ തിരിച്ചു. അപ്പൊ നോക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പോ ഞങ്ങളിവിടെ പെട്ടെടുക്കുകയാണ്. റെയ്യൂന്റെ പൈസ ഉണ്ട്. ഞങ്ങൾ പെട്ടെടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, പെട്രോളൊക്കെ തീർന്ന് വഴിയിൽ ഇങ്ങനെ പെട്ടെടുക്കുകയാണ്. ഒരു അനിയനോട് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അടിക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ അടിച്ചതാണ്. അടിച്ചില്ല, മടിയായിരുന്നു. അടിക്കാൻ ചുറ്റി പോണതുകൊണ്ട് എനിക്ക് മടിയായിരുന്നു. അപ്പം അതുകൊണ്ട് എന്തായി, ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ നിങ്ങളോട് പറയാൻ പറ്റി പെട്രോൾ അടിച്ച് ഇതാ വഴി കിടക്കുന്നത്. വേറൊരു വൈബാണല്ലേ പെട്രോൾ അടിച്ച് വഴി കിടക്കുന്നത്. ഒരുത്തൻ യാത്ര ചെയ്യാൻ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് വന്നതാണ്. പുള്ളി വണ്ടി നിന്നപ്പോ പറയാണ് മൂവി പോ തള്ളുകായിരുന്നു. ഞങ്ങളിത് ഇവിടെ ഉണ്ടാ, ഇവിടെ പോസ്റ്റിന്റെ താഴെ പോസ്റ്റിന്റെ താഴെ പോസ്റ്റായിട്ട് നിൽക്കുന്ന ഞങ്ങൾ. അപ്പൊ ഞങ്ങളിതേ ഇവിടെ നിൽക്കണേൻ്റെ സൈഡിലായിട്ട് ഒരു കാനയുണ്ട്. ആ കാനയിൽ ഇത് ഞങ്ങൾ നോക്കിയപ്പോഴേ എന്തെങ്കിലുമൊക്കെ സമയം പോക്കുണ്ട്. നിറയെ മറ്റിതില്ലേ, എന്താ ഈയല്. അതിൻ്റെ അടിയിൽ ശ്രദ്ധിച്ചു നോക്കി അറിയാം. അതിൻ്റെ അടിയിൽ കുറേ കുഞ്ഞുങ്ങള് ഈയലിനെ തിന്നാൻ വേണ്ടി നിൽക്കണമെന്ന് തോന്നുന്നു. ആനയല്ലാന്ന് തോന്നുന്നു അല്ലെ, ചെറിയ മീന്. കണ്ടോ ഒരു മീനൊക്കെ കണ്ടോ? മീനെ കണ്ടോ സൈഡിലൊക്കെ? അതാണ് മീൻ. പെട്രോൾ കിട്ടി. നിനക്ക് ഉൾപ്പേണ്ടോ? പെടാ അന്ന് തീരുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടേ വണ്ടിയിൽ പെട്രോൾ വരുന്നേ.
അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് പള്ളിയിലെത്തിയിട്ടോ. പള്ളിയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ റിയുവിനും ജോഗുനും പ്രാർത്ഥിക്കണേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് അതിൽ ഓടി കളിച്ചെടുക്കാനാണ് കേട്ടോ. നമ്മുടെ വീടിനേക്കാളും കുറേ വിസ്താരവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറേ സ്പേസ് വിട്ടിട്ട് ഓടി കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ തിരിയായിട്ട് രാത്രി സമയങ്ങളിലൊക്കെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയും കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഒരു വല്ലാത്തൊരു മനസ്സുഖമാണ്. എല്ലാ പള്ളിയിലും പോകണമെന്ന പോലെ തന്നെ ഒരു വല്ലാത്തൊരു പ്രത്യേകതയാണ് കേട്ടോ രാത്രിയൊക്കെ ഇവിടെ വരുമ്പോൾ. കാരണം നമുക്ക് കുറച്ച് നേരമൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു അവർ. പിന്നെ അവിടെ രാത്രി ആയതുകൊണ്ട് തിരിയൊക്കെ കെട്ടുപോയായിരുന്നു. പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് തീപ്പെട്ടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നേരെ വന്ന് കത്തിച്ചു. ഞാനും ജോഗോട് കൂടി കത്തിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുറേ നേരം പിള്ളേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓടിക്കടിക്കലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി. പിന്നെ ഞാൻ 2 തിരിയൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ നമ്മളിവിടെ പെട്രോളിൻ്റെ ഇതൊക്കെ തീർന്ന് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തിരി വേറൊന്നും അല്ലാതെ റിയുവിൻ്റെ കയ്യിൽ ആ തിരി കൊടുത്തേ. പുള്ളി അത് ഒടിച്ചു കുറുക്കി പകുതിയാക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഹാപ്പി ആയിട്ട് തൊട്ടടുത്ത് നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടോ.